വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംഗതിയാണ്. എന്നാൽ പലപ്പോഴും വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു വിവാഹം പ്രശ്നരഹിതമായി മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ പാലിക്കേണ്ടുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പരിധികളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഹാർമണിയാണ്. നിങ്ങളെപ്പോഴും നിങ്ങൾ ഭാര്യയാണെങ്കിലോ ഭർത്താവാണെങ്കിലോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ഇരു കൂട്ടരും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഒരു മനോഹരമായ ജീവിതം ഉണ്ടായി പോകുന്നത്. ഇനി രണ്ടാമതായി കോഹാബിറ്റേഷൻ എന്ന് പറയുന്നതാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം. അതാണ് വിവാഹ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ മൂലക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല ഒരു വിവാഹ ജീവിതം നാം സ്വപ്നം കാണുമ്പോൾ അതിൽ അല്പസ്വല്പം പ്രശ്നങ്ങളെല്ലാം നാം എടുത്തു മാറ്റിക്കൊണ്ട് അവയെല്ലാം പുറന്തള്ളിക്കൊണ്ട് നല്ല പ്യൂരിഫൈഡായ പരിശുദ്ധീകരിക്കപ്പെട്ട നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് മോശകാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് മനോഹരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇനി മൂന്നാമതായി എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും ഈ കുടുംബത്തിനോട്, നിങ്ങളുടെ കുടുംബത്തിനോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെയും കുറ്റപ്പെടുത്താതെയും നിർവഹിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മക്കളോടുള്ള ഡ്യൂട്ടി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബന്ധുക്കളോട് ഉള്ള ബഹുമാനവും. അപ്പോൾ ഈ ഡ്യൂട്ടികൾ മനോഹരമായി കൊണ്ടു നടക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിവാഹം വളരെ മനോഹരമായി മുന്നോട്ട് പോകും. ഇനി ഇത്തരം സാഹചര്യങ്ങളല്ലാതെ പലപ്പോഴും കേസുകൾ കോടതിയിൽ വരുന്നതിൻ്റെ ബേസിക് കാരണമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. ഇനി ഈ പറയുന്ന 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹബന്ധവും തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോകളിലായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു 25ഓളം കാരണങ്ങൾ വിവാഹബന്ധം വേർപിരിയാനായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ 25 കാരണങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു 8 കൂടി കാരണങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം വിവാഹ ജീവിതം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിലായാൽ പിന്നീട് അത് തുടർന്നു കൊണ്ടുപോകുന്നത് ഇരു കൂട്ടർക്കും സമയവും ധനവും അതുപോലെ തന്നെ പല കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ 8 പോയിന്റുകൾ, വിവാഹമോചന പോയിന്റുകൾ. ഒന്നാമത്തേത്, വിവാഹത്തിന് മുൻപ് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഗുരുതരമായ പകർച്ചവ്യാധിയുടെ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കുക. ആ രോഗം ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയാതിരിക്കുക. എന്നിട്ട് വിവാഹശേഷം അത് തിരിച്ചറിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അതൊരു ക്രൂവൽറ്റിയാണ്. കാരണം ഒളിച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം നടത്തുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഈ അസുഖത്തെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ അസുഖത്തെപ്പറ്റി അറിയില്ല. ഇത് അറിയാതെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പിന്നീട് അത് ഒരു മാനസിക പിരിമുറുക്കത്തിന് വഴിവെക്കുവാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായി, കുട്ടികളെ മാതാവോ പിതാവോ അനർഹമായി അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ തല്ലുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അമ്മയ്ക്കായാലും അച്ഛനായാലും അത് വളരെയധികം മാനസിക പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. ചില സന്ദർഭങ്ങളിൽ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പോലും വലിയ പ്രാധാന്യം കൊടുക്കാതെ വഴക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അമ്മാനമാടുന്നത് നാം കാണാറുണ്ട്. അത് ഒരു തരം മാനസിക പീഡയാണ്. കുട്ടികളുടെ ക്ഷേമമായിരിക്കണം എപ്പോഴും മാതാപിതാക്കളുടെ ലക്ഷ്യം. അപ്പോൾ അതില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ക്രൂവൽറ്റി നിറഞ്ഞ ഒരു ജീവിതമാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഡൈവേഴ്സ് ചോദിക്കാവുന്നതാണ്. ഇനി ഭാര്യയുടെ കൈകൊണ്ട് ഭർത്താവിൻ്റെ സഹോദരിക്ക് തല്ലുകൊള്ളേണ്ടുന്ന ഒരു യോഗം വന്നാൽ അത് ഒരു ഭർത്താവിനും സഹിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. തീർച്ചയായും ഭർത്താവ് ഒരിക്കലും ആ ഭാര്യയെ പിന്നീട് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം തനിക്ക് ഏറ്റവും വിലപ്പെട്ട തൻ്റെ അമ്മയെയോ തൻ്റെ സഹോദരിയെയോ തൻ്റെ ഭാര്യ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ 90% പുരുഷന്മാർക്കും അത്
സ്വീകാര്യമായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭർതൃ വീട്ടിലെ ജനങ്ങളുമായി നിങ്ങൾ കലഹിക്കാതിരിക്കുക. അവർ തെറ്റുകാരാണോ അല്ലയോ എന്നുള്ളത് സംഭവങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ശാരീരിക ഉപദ്രവങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും ഭർത്താവിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക. കാരണം പല കേസുകളിലും കണ്ടിട്ടുള്ളത് ഭാര്യമാർ ഭർത്താക്കന്മാരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് നേരെ മറിച്ചും ബാധകമാണ് കേട്ടോ. അതായത് ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ കോടതിയിൽ ചെന്നാൽ ഇത് ഒരു ഗ്രൗണ്ടാക്കി എടുത്ത്, അതായത് ഭാര്യ ഭർത്താവിനെ ഉപദ്രവിച്ചു എന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം വന്നാൽ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഡൈവേഴ്സ് കൊടുക്കുവാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ വിവാഹമോചനത്തിനെ പറ്റി പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിൽ അല്ലറ ചില്ലറ പിണക്കങ്ങളെല്ലാം സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ക്രൂവൽറ്റി ഗ്രൗണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഡൈവേഴ്സ് കിട്ടാൻ സാധ്യതയില്ല, ഒറ്റ കാരണം കൊണ്ട്. അത് പക്ഷേ തുടർച്ചയായി നിങ്ങളുടെ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് വിവാഹമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത്. ഇനി അടുത്തതായി, നിങ്ങളുടെ കഴുത്തിൽ ഭർത്താവ് കെട്ടിത്തന്ന താലി അത് അഴിച്ചു മാറ്റിയാൽ അത് വിവാഹമോചനമാകുമോ? അതൊരിക്കലും വിവാഹമോചനമാകില്ല. അത് കോടതികൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. താലി അഴിച്ചു മാറ്റി എന്നുള്ള കാരണം കൊണ്ട് ഭാര്യ അല്ലാതാവുകയോ ഭർത്താവ് അല്ലാതാകുകയോ ചെയ്യുന്നില്ല. അത് നമ്മളുടെ ഒരു കസ്റ്റമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുക, അതൊരു സിമ്പിളാണ്, സ്നേഹത്തിൻ്റെ സിമ്പിളാണ്. അത് നാം ധരിക്കുന്നത് നമുക്കൊരു ഭർത്താവുണ്ടെന്നും നമ്മൾ ഒരു ഫാമിലി ആയി ജീവിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിയമപരമായി നിങ്ങളത് അഴിച്ചു മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇനി അടുത്തതായി പറഞ്ഞാൽ, ടോട്ടലായി കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം. കുട്ടികളെ മാതാപിതാക്കൾ സഹകരിച്ച് സംരക്ഷിച്ചു പോരേണ്ടതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ കുട്ടികളെ മാതാപിതാക്കൾ യാതൊരു പരിഗണനയും കൊടുക്കാതെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അതൊരു ക്രൂവൽറ്റിയാണ്. ക്രൂവൽറ്റി എന്ന് പറഞ്ഞത് മാനസിക പീഡയാണ്. 4ലും 2ലുമെല്ലാം പഠിക്കുന്ന മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ പോവുകയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ഭർത്താവ് പോവുകയോ ചെയ്താൽ തീർച്ചയായും അതൊരു മാനസിക പീഡയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൗണ്ടിലും തീർച്ചയായും ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ അൺനാച്ചുറൽ സെക്സ് ചിലപ്പോൾ ആരോപിക്കാറുണ്ട്. ഈ അൺനാച്ചുറൽ സെക്സ് ആരോപിക്കുമ്പോൾ അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും ഡൈവേഴ്സിന് അർഹമാകുന്ന ഒന്നല്ല. പക്ഷേ അൺനാച്ചുറൽ സെക്സ് ആരോപിച്ച് അത് തെളിയിക്കാൻ കഴിയാതെ വന്നാൽ തീർച്ചയായും അത് ഡൈവേഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടായി മാറുന്നതായിരിക്കും. ഇനി അടുത്തതായി, ഭാര്യ താൻ ഗർഭിണി ആയതിനു ശേഷം തൻ്റെ ഭർത്താവിന് ഈ വിവരം അറിഞ്ഞിരിക്കെ തന്നെ ഭർത്താവിൻ്റെ അനുമതിയോ സമ്മതമോ വാങ്ങിക്കാതെ പോയി ആ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു മാനസിക പീഡയാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ വിവാഹത്തിന് ശേഷം ഒരിക്കലും അബോർഷനോ മറ്റോ പോകാതിരിക്കുക. ഇനി അടുത്തതായി പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പ്രകൃതി തന്നെ മിസ്കാരേജ് നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും ആ സംഗതി ഭർത്താവിനെ അറിയിക്കേണ്ടുന്ന ചുമതല ഭാര്യയ്ക്കുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഒരിക്കലും ഭർത്താക്കന്മാർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയി തന്നെ നിങ്ങളുടെ ഭർത്താവിനെ അറിയിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ കാരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജോലിയാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ ചിന്തിച്ച് അത് മാത്രമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജോലിയുടെ പ്രാധാന്യവും നിങ്ങളുടെ വീടിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അതിനേതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കാരിയറുമായി മാത്രം പോകേണ്ടി വരും.
നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ കാരിയർ മാത്രം നിങ്ങൾ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിൻ്റെ പുറകെ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ കാരിയറിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വിവാഹ ജീവിതവും കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നല്ല ഒരു വിവാഹ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്